Hello, this is Aisha. I'm 25 years old and this is my what activities I do in my day. സത്യം പറഞ്ഞാൽ കുറച്ച് രാവിലെ തന്നെ അതായത് പുലർച്ചയ്ക്ക് എണീക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു കിടന്നത്. പക്ഷേ എണീച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 7 മണി ആയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, എപ്പോഴും പ്ലാൻ പോലെ നടക്കണമെന്നില്ലല്ലോ. ഇത് കണ്ടില്ലേ, മാറാല കിട്ടിയത്. നിങ്ങളുടെ നാട്ടിലെങ്ങനെ പറയാം? ഞാനിത് ക്ലീൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുറത്തുള്ള പൊടി കൊണ്ടായിരിക്കണം മേ ബി. പിന്നെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉറക്കക്കണ്ണിലായിരുന്നു ആ വെള്ളം ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ കുറേ പുറത്ത് പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, വെള്ളമല്ലേ, തുടച്ചാൽ പോവല്ലോ. പക്ഷേ വെള്ളം അമൂല്യമാണ്, അത് നമ്മൾ മറക്കരുത്. വെറുതെ അനാവശ്യമായിട്ട് ഒഴിവാക്കരുത്, കിട്ടാത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ രാവിലെ തന്നെ എൻ്റെ പ്രെയറൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സായിരുന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി. അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലീഫല്ല. നമുക്ക് ഡെയിലി 5 ടൈം പ്രയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സ് ഫീലിംഗ് കിട്ടും. എനിക്ക് എൻ്റെ അനുഭവമാണത്. അപ്പോൾ ചെയ്യുന്നവർക്കെല്ലാവരും അറിയാൻ മതിയാവും. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഈ കേരളം എമ്പാടുമുള്ള ആളുകൾ കാത്തിരുന്ന ഡേ. എൻ്റെ ഡാഡിയൊക്കെ അതിന് ത്രില്ലിലാണ്. രാവിലെ 7 മണിക്ക് ഇരിക്കുന്നുണ്ട്. 24-ലെ ശ്രീകണ്ഠൻ നായർ അവിടെ ഷോ തുടങ്ങിയോന്നറിയില്ല, പക്ഷെ എൻ്റെ ഡാഡി ഇവിടെ സെറ്റാണ്. രാവിലെ തന്നെ പൂച്ചസാർ വന്ന്, അത് പാല് കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ്. സത്യം പറഞ്ഞാൽ ചായക്ക് വെച്ച പാലും ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ലക്ഷ്യം ചായ ഒഴിച്ചു കൊടുത്ത്, പാൽ ചായ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. അത് വലിയ അങ്ങോട്ട് എപ്പോഴും ഈ പാല് മാത്രം കുടിച്ചാൽ എങ്ങനെയാ? കുറച്ച് പാൽ ചായയും കുടിക്കണ്ടേ, ഫ്ലേവർ മാറണ്ടേ? പക്ഷേ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ കഴിക്കാൻ. ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്കാണ്. അതിൽ ഉള്ള ഐറ്റംസ് ഇഞ്ചി, പിന്നെ ലെമൺ, കുമിങ് സീഡ്, കുറച്ച് ഹണി, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ കറുവപ്പട്ടൻ്റെ പൊടിയും ഇടും. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി തിരയുന്ന തിരക്കാണ്. ഇഞ്ചി പൊതുവേ ഞാൻ എത്തനോടത്താണ് ഞാൻ വെക്കാറ്, പക്ഷേ ഇന്ന് വെച്ചത് ചെറുതായിട്ട് അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ ഫുൾ പച്ചക്കറി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കുകയാണ്. രാവിലെ തന്നെ കിട്ടിയപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സാണ്. എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ചെറിയ പീസ് മതി, അതന്നെ ഓക്കെയാണ് ഫോർ നമുക്ക്. അപ്പം കുറച്ച് ഇത് നല്ല ഹണിയാണ്. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെയായാലും ഞാൻ അവിടെ വെച്ചോ. ഇനി ഞാൻ ശ്രദ്ധിക്കും അങ്ങനെ വെക്കാണ്ട്. നല്ല ചെറുതേനില്ലേ, ചെറുതേൻ നമ്മളെ കുട്ടികൾക്ക് കഫക്കെട്ടിനൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു തേനാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുപോയി തന്നായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ, അതായത് കുമിങ് സീഡും ജിഞ്ചറും കൂടി, ജിഞ്ചർ ചതച്ചിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ചതാണ്. അത് എന്നിട്ട് കുടിച്ചു. അതിനുശേഷം ഒരു 1/2 hour കഴിഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയും പിന്നെ ചിക്കൻ്റെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ കറി കുറച്ചെടുത്ത് ഗ്രീൻ പീസും ബാക്കി കഴിച്ചു. പിന്നെ ഇവിടെ ഷടപടയെന്നുള്ള പരിപാടി നടക്കുക. ഇലക്ഷൻ്റെത് ഓണായി. പിന്നെ എന്ത് കിട്ടി, എങ്ങനെ കിട്ടി, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ ഒരു മൂഡാണല്ലോ. ഇന്നലെ പറയുന്നുണ്ട് ഞാൻ രാവിലെ ഇരിക്കും, എനിക്ക് രാവിലെ തന്നെ ഇതാക്കണം, കാണണം, ആരാണ് ജയിക്കുക, അങ്ങനെ ഇങ്ങനെ. ആളൊരു UDSF ഫാനാണ് ആക്ച്വലി. നമ്മുടെ പാർട്ടി, നമുക്കൊരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും ഇങ്ങനെ തുടർഭരണം അത് ശരിയാവോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. നിങ്ങൾ ഏതാണ് പാർട്ടി, നിങ്ങളുടെ പാർട്ടി ജയിച്ചോ എന്നൊക്കെ നിങ്ങളൊന്നും രേഖപ്പെടുത്തണം. എന്തായാലും ഞങ്ങൾ ഈ പ്രാവശ്യം ഭയങ്കര ഹാപ്പിയാണ് ഇക്കാര്യത്തിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പോയി വരുമ്പോഴേക്ക് ഇപ്പം എന്നെ വിളിച്ച് വരുത്തിയതാണ്. 100 സീറ്റ് കിട്ടിയിട്ടുണ്ട് UDFന്, 100 സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിടന്ന തുള്ളലായി, ഒന്നല്ലാത്തൊരാവേശം. പൂച്ചസാറിന് എന്തോ ഏതോ ആരോടെന്ന ലെവലില്ലാണ്ട് കിടന്നുറങ്ങാം. പിന്നെ ഉച്ചക്കിലേക്കുള്ള ചെമ്മീൻ വാങ്ങിയിരുന്നു. ഒന്ന് ഫിഷ് ചെമ്മീനായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞ് വെച്ച ചെമ്മീൻ അതൊന്ന് പൊരിച്ചെടുത്തു. പിന്നെ നമ്മുടെ ളുഹർ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ പാട് ഉമ്മ പറഞ്ഞ്, ഉമ്മൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ അവിടെ വിശേഷം അറിയാൻ പോകുന്ന ഒരു ചടങ്ങ് പോലെ ഉണ്ട് നമുക്ക്. അത് കല്യാണത്തിന് മുന്നേ പോവല്ലോ. അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കി പോയാലോ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതുണ്ടാക്കി. ആ ഒരു പാനിലാണ് ഉണ്ടാക്കൽ, ഓവനിലല്ല ഉണ്ടാക്കൽ. ഇത് ആ പാനിലുണ്ടാക്കിയാൽ മതി. നല്ല ബട്ടർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയാൽ തന്നെ സംഭവം സെറ്റാണ്. ഇത് നല്ല പതങ്ങി വരണം. സാധാരണയുള്ള കേക്കല്ല, ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഉച്ചക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിച്ചത് ഫുഡെല്ലാം. നല്ല ചെമ്മീൻ മുളകിട്ട കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, തൈര് വിത്തൗട്ട് ഓണിയൻ ഒന്നും ഇല്ലാത്ത തൈര്, പിന്നെ ചെമ്മീൻ പൊരിച്ചത്. സിമ്പിളായിട്ടുള്ളൊരു ഫുഡായിരുന്നു.
ഇന്നെല്ലാവരും വീട്ടിലുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞതാണ് വേണ്ട, നമുക്ക് സിമ്പിളായിട്ടുള്ള ഫുഡ് മതി. ബിക്കോസ് കസിൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും 3-4 ദിവസം ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് മാത്രമായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ മതി എന്ന് പറഞ്ഞത്. നമ്മൾ പോണ മുന്നേ ജസ്റ്റ് ഒരു ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. ജസ്റ്റ് എനിക്കും എൻ്റെ അമ്മക്കും വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ലൊരു പാൽ ചായ. അത് കുടിച്ചാൽ തന്നെ ആ ഒരു മന്തിപ്പ് ഉറക്കൊക്കെ പോകുന്നത് വെച്ചാൽ ഈവനിങ് പോകണ മുന്നേ ഈ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാതിരി ചടപ്പാണ്. എന്തോ ഒരു ഫീലാണ്, ഒരു മൂകത പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒന്ന് ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ പോകാൻ. ഉമ്മ ഫസ്റ്റ് പറഞ്ഞു വേണ്ട, നമുക്ക് അവിടെ പോയാൽ എന്തായാലും ചായ കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് അവിടെ നിന്നും കഴിക്കാം, അവിടെ നിന്ന് എല്ലാവരും ഉള്ളപ്പോൾ അവിടെ നിന്ന് കഴിക്കാം, ഇവിടെ നിന്ന് നമുക്ക് 2 വർത്താനം പറഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് തന്നെ അങ്ങനെ ഒരു ചായ ഉണ്ടാക്കി. അതിങ്ങനെ പതച്ച് വരുന്ന ഒരു ഫീലാണ്. ഇപ്പം ചിന്തെന്ന് വിചാരിക്കും. പക്ഷെ ഞാനിങ്ങനെ സിമ്മ് കൂട്ടി സിമ്മ് കുറച്ച് അങ്ങനെ കളിക്കണം. എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ഫ്ലേവർ, ആ പാലിൻ്റെ ഫ്ലേവർ പോകണം പാൽ ചായന്ന്, അല്ലെങ്കിൽ പാലിൻ്റെ ഫ്ലേവർ കുത്തുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് അങ്ങനെ ഇതാക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചായക്ക് കിട്ടാറ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നമ്മളെ മന്തിപ്പ് മാറാൻ നമ്മൾ ചായ കുടിച്ചു. ആശാൻ്റെ മന്തിപ്പോഴും മാറിയില്ല. പൂച്ച സാർ ഒരേ ഉറക്കത്തിലാണ്. രാവിലെ തുടങ്ങിയതാ, എന്താ ചെയ്യാം. അപ്പോൾ ബൈ ഗായ്സ്.